നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കണിമംഗലത്ത് ശനിയാഴ്ച പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കണിമംഗലം പാടത്തെ റോഡിൽ നിയന്ത്രണം വിട്ട വാഹനം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം നടന്നത്. നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ താഴ്ചയിലേക്ക് തലകീഴായി മറിയുകയായിരുന്നു. അപകടം നടക്കുമ്പോൾ ഡ്രൈവർ മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വൻ അപകടമെന്ന് തോന്നിച്ചുവെങ്കിലും ഡ്രൈവർ പരിക്കുകളില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. പുലർച്ചെയായതിനാൽ റോഡിൽ മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ മുപ്ലിയം ഹെൽത്ത് സെന്ററിന് സമീപം അപകടാവസ്ഥയിൽ നിൽക്കുന്ന പുളിമരം മുറിച്ചുമാറ്റണമെന്ന ആവശ്യം. കാലവർഷം ശക്തിയായാൽ ഏത് നിമിഷവും കടപുഴകി വീഴാവുന്ന നിലയിലുള്ള മരം മനുഷ്യജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന് കാട്ടി മനുഷ്യാവകാശ പ്രവർത്തകൻ KG രവീന്ദ്രനാഥ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ ഉൾപ്പെടുന്ന കുന്നക്കര മുപ്ലിയം ഹെൽത്ത് സെന്ററിന് സമീപമാണ് ഈ പുളിമരം സ്ഥിതി ചെയ്യുന്നത്. വൃക്ഷത്തിന്റെ തടയിലെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചുപോയ നിലയിലാണ്. ശക്തമായ കാറ്റോ മഴയോ ഉണ്ടായാൽ മരം കടപുഴകി വീഴാൻ സാധ്യതയേറെയാണ്. മരം വീണാൽ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റുകളും ഉപകരണങ്ങളും തകരാനും വഴിയാത്രക്കാരുടെ ജീവന് തന്നെ ആപത്തുണ്ടാകാനും സാധ്യതയുണ്ടെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. മുൻപും ഇതേ വിഷയത്തിൽ പരാതി നൽകിയിരുന്നെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് KG രവീന്ദ്രനാഥ് പറയുന്നു. മുപ്ലിയം ഹെൽത്ത് സെന്ററിന് സമീപം നിൽക്കുന്ന ഈ പുളിമരം അതിൻ്റെ കടയ്ക്ക് ഒരു തരി മണ്ണ് പോലും ഇല്ല. ഏത് സമയത്തും ഈ കാലവർഷത്തിൽ ഈ പുളിമരം ഒരു ചെറിയ കാറ്റ് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക് പോസ്റ്റ് മുകളിലേക്ക് വീഴാൻ സാധ്യത കൂടുതലാണ്. അതുമായി ബന്ധപ്പെട്ട് KSCBക്ക് ഒത്തിരി നാശനഷ്ടം വരും. മാത്രമല്ല ആ സമയത്ത് കാൽനടക്കാരെങ്കിലും പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ജീവഹാനി സംഭവിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ വർഷം പഞ്ചായത്തിൽ പരാതി കൊടുത്തതാണ്. നാളിതുവരെ നടപടി ഉണ്ടായില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പരാതി സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്. അത് അടിയന്തരമായിട്ട് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം, മുറിച്ച് നീക്കണം. ഒരാളഭയത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കരുത്. മാത്രമല്ല ഞാൻ ഈ ഹെൽത്ത് സെൻറ്റർ പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷം ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവറുകൾക്കും പിന്നെ അതുപോലെ തന്നെ കളക്ടർ, ആരോഗ്യവകുപ്പ് മറ്റു ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഞാൻ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. അതിനു മുന്നായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ മരം മുറിച്ച് നീക്കി അപകടാവസ്ഥ നീക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. നേരത്തെ ജീർണിച്ച ഹെൽത്ത് സെന്റർ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കണമെന്ന രവീന്ദ്രനാഥിന്റെ പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും ഇടപെട്ടിരുന്നു. ഇതിന്റെ ഫലമായി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. പുതിയ കെട്ടിടത്തിനും ജനങ്ങൾക്കും ഭീഷണിയായ ഈ മരം അടിയന്തരമായി മുറിച്ചു നീക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുതുക്കാട് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് KK രാമചന്ദ്രൻ MLA നടത്തുന്ന നന്ദി പര്യടനത്തിന് ആവേശകരമായ തുടക്കം. വിവിധ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന പര്യടനത്തിന്റെ ഉദ്ഘാടനം വല്ലച്ചിറയിൽ നടന്നു. പുതുക്കാടിന്റെ ജനപ്രതിനിധിയായി വീണ്ടും തിരഞ്ഞെടുത്ത വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുന്നതിനായി KK രാമചന്ദ്രൻ MLA നടത്തുന്ന പര്യടനത്തിന് മണ്ഡലത്തിൽ തുടക്കമായി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ് പര്യടനം ഉദ്ഘാടനം ചെയ്തു. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ വല്ലച്ചിറ, പറപ്പൂക്കര, മറ്റത്തൂർ എന്നീ പഞ്ചായത്തുകളിൽ പൂർണ്ണമായും പര്യടനം നടത്തി. വരന്തരപ്പള്ളി, പുതുക്കാട് പഞ്ചായത്തുകളിൽ ഭാഗികമായും MLA വോട്ടർമാരെ കണ്ട് നന്ദി അറിയിച്ചു. പര്യടനം കടന്നുപോയ ഓരോ കേന്ദ്രങ്ങളിലും വലിയ ജനപങ്കാളിത്തമാണ് ദൃശ്യമായത്. ഇടതുപക്ഷ മുന്നണി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് MLAക്ക് ആവേശകരമായ സ്വീകരണമാണ് ഒരുക്കിയത്. ഉങ്ങിൻചൂടിൽ നിന്നും ആരംഭിച്ച പര്യടനം വിവിധ സ്വീകരണ കേന്ദ്രങ്ങൾ പിന്നിട്ട് പുതുക്കാട് കണ്ണമ്പത്തൂരിൽ സമാപിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം.
സ്വർണം ഗ്രാമിന് 13,965 രൂപയും പവന് 1,11,720 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.